ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ 28 ദിവസത്തെ ഹാപ്പി പാരന്റിംഗ് ചലഞ്ചിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചകൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടായ ആ മാറ്റം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസാന വാരം നമ്മൾ ശ്രദ്ധിക്കുന്നത് അമ്മമാരായ നമ്മുടെ മനസ്സിനും അതുപോലെ ഈ യാത്രയുടെ മനോഹരമായ ഒരു സമാപനത്തിനുമാണ്. നമുക്ക് നോക്കാം ഈ അവസാന 7 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഡേ 22 മൈ പേഷ്യൻസ്. 22-ാം ദിവസം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കാം. മക്കൾ ബഹളം വെക്കുമ്പോഴും കുസൃതി കാണിക്കുമ്പോഴും ദേഷ്യം നിയന്ത്രിച്ച് ശാന്തത പാലിക്കാൻ കഴിഞ്ഞ ആ നിമിഷങ്ങളെ ഓർത്ത് സ്വയം നന്ദി പറയുക. ആത്മനിയന്ത്രണം ഒരു വലിയ കരുത്താണ്. ഡേ 23 താങ്ക് യു കിഡ്സ്. 23-ാം ദിവസം മക്കളോട് നന്ദി പറയാം. നമുക്ക് ഒരു അമ്മ എന്ന പദവി നൽകിയതിനും നമ്മുടെ ജീവിതം ഇത്രയും മനോഹരമാക്കിയതിനും അവരോട് സ്നേഹത്തോടെ നന്ദി പറയുക. ഡേ 24 ഫോർഗീവ്നെസ്. 24-ാം ദിവസം ക്ഷമ ചോദിക്കാനുള്ളതാണ്. പണികൾക്കിടയിലോ തിരക്കുകൾക്കിടയിലോ അറിയാതെ മക്കളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് അത് തുറന്നു പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ സുതാര്യമാക്കും. ഡേ 25 ക്വയറ്റ് ടൈം. 25-ാം ദിവസം എല്ലാവരും കൂടി ഒരു 5 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. ഫോണോ ശബ്ദങ്ങളോ ഇല്ലാതെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഈ സൈലൻസ് നിങ്ങളെ സഹായിക്കും. ഡേ 26 പ്രയർ ഓർ വിഷ്. 26-ാം ദിവസം മക്കളുടെ നന്മയ്ക്കായി അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയോ നല്ല കാര്യങ്ങൾ ആശംസിക്കുകയോ ചെയ്യാം. പോസിറ്റീവായ ആഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റും നല്ല ഊർജം നിറയ്ക്കും. ഡേ 27 റിഫ്ലക്ഷൻ. 27-ാം ദിവസം ഒരു വിലയിരുത്തലിൻ്റെതാണ്. ഈ മാസം തുടങ്ങിയപ്പോഴുള്ള നിങ്ങളുടെ മനസ്സും ഇപ്പോഴുള്ള മാറ്റവും ഒന്ന് ശ്രദ്ധിക്കൂ. കുട്ടികളുമായുള്ള ബന്ധത്തിൽ വന്ന ആ പോസിറ്റീവ് മാറ്റം നിങ്ങൾ തിരിച്ചറിയും. ഡേ 28 സെലിബ്രേഷൻ. അവസാന ദിവസം നമ്മുടെ വിജയത്തിന്റെ ദിവസമാണ്. 28 ദിവസത്തെ ഈ ചലഞ്ച് വിജയകരമായി പൂർത്തിയാക്കിയതിൽ സന്തോഷത്തിൽ എല്ലാവരും ചേർന്ന് മധുരം കഴിക്കുകയോ ഒരു ചെറിയ ആഘോഷം വീട്ടിൽ നടത്തുകയോ ചെയ്യുക. ഫെബ്രുവരി മാസം തീരാം, പക്ഷേ ഈ ശീലങ്ങൾ നമുക്ക് മുന്നോട്ടും കൊണ്ടുപോകാം. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും എന്നോടൊപ്പം ഈ ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഈ മാറ്റങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമല്ലോ അല്ലേ? നമുക്ക് ഇനിയും ഇതുപോലുള്ള യാത്രകൾ തുടരാം. താങ്ക് യു.